ഭീഷണിയായിരുന്നോ അതോ പണം വാഗ്ദാനമായിരുന്നോ? അല്ല, പണം വാഗ്ദാനമായിരുന്നു. പിന്നെ ഭീഷണി എന്ന് പറഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ടുള്ളൊരു ഭീഷണിയല്ല, സൗഹൃദ രീതിയിൽ ചില തീവ്രവാദ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളൊക്കെ എൻ്റെ ബന്ധുവാണ്. അപ്പോൾ എനിക്ക് അയാൾക്ക് വേണ്ടി എന്തും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ദിലീപിന് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞാൽ മതി, ഓപ്പോസിറ്റ് നിൽക്കരുത്. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ 5 സെൻറ്റ് ഭൂമിയും വാങ്ങിത്തരാം എന്ന് രാമപിള്ള വക്കീൽ വഴി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞിരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഒരു പ്രധാന സാക്ഷിയായി കോടതിയിൽ അവതരിപ്പിച്ച ജിൻസനാണ് എന്നോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഈ പൾസർ സുനിക്കൊപ്പം ഈ കാക്കനാട് ജയിലിൽ നിന്നുള്ള പരിചയമായിരുന്നല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിയിൽ മൊഴിയൊക്കെ കൊടുത്തത്. ഇപ്പോൾ ഇന്ന് ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ വെറുതെ വിട്ടുകൊണ്ട് ഒരു വിധിയാണ്. ഈ വിധി കാണുമ്പോൾ എന്താണ് പ്രതികരിക്കാൻ തോന്നുന്നത്? അതായത് എനിക്ക് കോടതിയിൽ നിന്ന് ഞാനിതിന് ഒരു മൊഴി കൊടുത്തിരുന്ന സമയത്ത്, കോടതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടി സാക്ഷിയായിട്ട് പോയ സമയത്ത്, മൊഴി കൊടുത്തിരുന്ന സമയത്ത് എനിക്കുണ്ടായ ചില തിക്താനുഭവങ്ങളുണ്ട്. അത് ഞാൻ മൊഴി പറയുന്ന സമയത്ത് എന്നെ പരിഹസിച്ചുകൊണ്ടും എന്നെ കളിയാക്കിക്കൊണ്ടും എന്ന രീതിയിൽ ആണ് കോടതിയുടെ ഭാഗത്തുനിന്നും അതുപോലെ കോടതിയിൽ ഉള്ളിലിരുന്ന മറ്റ് പല ആളുകളുടെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ വെച്ച് ബാക്കി എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു പ്രതികരണം. അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഇത് വെറുതെ ഉള്ള സത്യങ്ങൾ വിളിച്ച് പറയാമെന്നല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് അന്ന് മുതലേ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ മാറ്റം വരുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള മൊഴി ഞാനത് അന്ന് പറഞ്ഞു പോയി. പിന്നീട് ഇപ്പോൾ വിധി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ടാറിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടവേളകളിൽ ഫോൺ നോക്കിയ സമയത്താണ് ഇത്തരം വിധി വന്നു എന്നുള്ള രീതിയിലൊക്കെ കണ്ടത്. അപ്പോൾ അതിൽ പല ഭാഷ്യങ്ങളും പല കാര്യങ്ങളും പലരും പറയുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ഈ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ മുഖവിലേക്ക് എടുക്കുന്ന രീതിയിലല്ല, താങ്കളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു കോടതിയിൽ നിന്നുണ്ടായത്. കോടതിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അത് അന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തും ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് സത്യസന്ധമായിട്ട് പറയുക എന്നതിനപ്പുറത്ത് വേറൊരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് അതിനകത്ത് അന്ന് കിട്ടിയ മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പൾസർ സുനി 1-ാം പ്രതി താങ്കൾക്ക് ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? അല്ല, അത് ഒക്കെ കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസ് എന്തായാലും ഇത് അവസാനിച്ച കേസല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് കാര്യങ്ങൾ ആയിട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ പിന്നീട് വിശദീകരിക്കേണ്ട വരികയാണെങ്കിൽ വിശദീകരിക്കാം. ഇപ്പോൾ അപ്പീൽ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായിട്ട് ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടേണ്ടതാണ്. അതിനുള്ള തെളിവുകൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ മൊഴിയായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വിചാരണ വേളയിൽ ഈ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം വാഗ്ദാനം ചെയ്യുന്ന സ്വാധീനമോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെ മൊഴി കൊടുക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത്തരം കാര്യങ്ങളൊക്കെ ഞാനത് അന്ന് കോടതിയിൽ മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അതിൻ്റെ ഓഡിയോ കൊടുത്തിട്ടുണ്ട്. അത് CD-യിലാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്പഷ്ടമാണ്. അതെല്ലാം കോടതിയിൽ വെച്ചും അത് പരിശോധിച്ച് തെളിവ് നിരത്തി അത് അവർക്കെല്ലാം ബോധ്യപ്പെട്ട് അവരത് സീൽ ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഭീഷണിയായിരുന്നോ അതോ പണം വാഗ്ദാനമായിരുന്നോ? അല്ല, പണം വാഗ്ദാനമായിരുന്നു. പിന്നെ ഭീഷണി എന്ന് പറഞ്ഞാൽ ആക്രോശിച്ചുകൊണ്ടുള്ളൊരു ഭീഷണിയല്ല, സൗഹൃദ രീതിയിൽ ചില തീവ്രവാദ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളൊക്കെ എൻ്റെ ബന്ധുവാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടി എന്തും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ദിലീപിന് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞാൽ മതി, ഓപ്പോസിറ്റ് നിൽക്കരുത്. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ 5 സെൻറ്റ് ഭൂമിയും വാങ്ങിത്തരാം എന്ന് രാമപിള്ള വക്കീൽ വഴി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു വിധി വന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് പ്രോസിക്യൂഷൻ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, അത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രോസിക്യൂഷൻ പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവണം. നമുക്ക് കോടതിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അറിയുള്ളൂ. മറ്റുള്ള ആളുകളുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കട്ടെ. എനിക്കതിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ടൊരു ബൈറ്റ് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇനി കോടതിയിലേക്കൊക്കെ മൊഴി കൊടുക്കാൻ പോകേണ്ടി വന്നാൽ ഇതുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും? എനിക്ക് ഈ കേസിൽ ഇനി കോടതിയിൽ മൊഴി കൊടുക്കാൻ പോകേണ്ട ഒരു സാഹചര്യം വരാൻ സാധ്യതയില്ല. പക്ഷേ വീണ്ടും ഒരു തുടരന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. ആവശ്യപ്പെട്ടാൽ പോകും. അതിന് വേണ്ട എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണവും ഈ കേസിന്
കാരണം നമ്മൾ ഇതൊരു സ്റ്റാൻഡ് എടുത്ത് ഒരു നിലപാടെടുത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പോയി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് പോവുക എന്നുള്ളൊരു സംവിധാനമൊന്നുമില്ല. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹകരണം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിലിപ്പോൾ ഈ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം താങ്കൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്യമായ ബോധ്യങ്ങളോ തെളിവുകളോ ഹാജരാക്കിയില്ല? അങ്ങനെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ട ഒരു കേസല്ല. അങ്ങനെ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ബോധ്യങ്ങൾ പലതുണ്ടാവും, പല പല ബോധ്യങ്ങളും പല പല കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്. അതിനൊന്നും മുഖവിലക്കെടുത്തൊന്നും ഞാൻ ഇന്നവരെ പോയിട്ടില്ല. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ, എൻ്റെ കണ്ണാൽ കണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൊഴിയോടൊപ്പം തന്നെ ചില തെളിവുകൾ ഹാജരാക്കിയിരുന്നു അല്ലേ? തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ സ്വാധീനിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ജിൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ആയിരുന്നു. ആ സാക്ഷിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറഞ്ഞത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 തൃശ്ശൂർ.